അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുരുവട്ടൂരികൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണമാണ് നിഴൽവാദം എന്ന് പറയുന്നത്. എവിടെ ചെന്നാലും പുട്ട് കടല പുട്ട് എന്ന് തന്നെ ഉള്ളൂ അവരുടെ വിഷയം. അത് തന്നെ ഉള്ളു ഉണ്ടാകുക, വേറൊന്നുമില്ല. അങ്ങനെ ഉസ്താദിന് നിഴൽവാദം ഒന്നുമില്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞതാണ് എൻ്റെ പേരിൽ അത് വെച്ച് കെട്ടുന്ന ആരോപണത്തിന് റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാമെന്നൊക്കെ ഉസ്താദ് പറയണത്. അതൊക്കെ നമ്മൾ കേട്ടതാണ്. അത് ഉസ്താദ് പറയണമെന്ന് കേൾക്കിങ്ങള്. ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. അപ്പൊ അത് ഉസ്താദിന് ഈ വാദമില്ല, പിന്നെ ഉസ്താദിന്റെ പേരിൽ ഇത് വെച്ച് കെട്ടുകയാണ്. എന്നാലും ഈ വാദമുള്ള ആളാരാ? കോമാടന്റെ കോളാമ്പിക്കാണ് ആ വാദം. കോളാമ്പിയാണ് നീയൽ കണ്ടവനും, കോളാമ്പിയാണ് നീയൽവാദി അല്ലേ? അത്ര തേച്ചപ്പോ നീയൽ കണ്ട വ്യക്തിയാണ് കോളാമ്പി. ആ കോളാമ്പി എന്ന് പറയുന്നത് കേൾക്കിട്ടോ. ഇത് ഷാർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാർ മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാകാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേരില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്തറ് വന്നതുകൊണ്ട് നീല് വന്നതാണ്. അത്തറ് വന്നത് കൊണ്ട് നീല് വന്നതാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ കോളാമ്പി അല്ലേ? കോളാമ്പി പിന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു വട്ടം ഒന്നല്ല അത്ര ഒഴിച്ചത്, 1, 2, 3 ഒരുപാട് വട്ടം. അതും കട്ടിയുള്ള അത്തറ്, കട്ടില്ലാത്തല്ല കേട്ടോ, കട്ടിയുള്ള അത്തറ്. അതും കൂടി കോളാമ്പി പറയണേ കേൾക്കി. ആദ്യം കണ്ടു എന്നല്ല, ഷാർ മുബാറക്കിന് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ലൽക്ക് കേൾക്കി. അതിൽ പറയുന്ന എന്താ, അത്തർ ഒഴിച്ചു. അത്തർ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അത്തർ 1, 2, 3, 4 എന്നല്ല, ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടിയുള്ള ആ അത്തറിൻ്റെ നേല് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ടിയുള്ള അത്ര 1, 2, ഒരുപാട് വട്ടം ഒഴിച്ചിരിക്കണ്. പക്ഷെ അത് ആ കട്ടിയുള്ള അത്ര ഒന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വേണം, ഞാൻ തരുവണ്ടി. പിന്നെ അങ്ങനെയാണെങ്കിൽ പക്ഷെ അത് ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടിയുള്ള തലപ്പാവ് വെച്ച് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഇടയിൽ നടന്നാൽ ഞമ്മക്ക് ഉണ്ടാവുന്നത് പോലത്തെ നിഴലുണ്ടാവുമല്ലേ? അതൊന്ന് പറയിച്ച്. ഈ കട്ടിയുള്ള അത്ര വെച്ചപ്പോൾ ഷാർ മുബാറക്ക് നിഴല് കണ്ടു. അത് അത്തറിൻ്റെ നിഴലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നെങ്കിൽ തലപ്പാവിൻ്റെ നിഴല് കാണണ്ടേ? അതിനൊന്ന് മറുപടി പറയാം. വസ്ത്രമിട്ട് തലപ്പാവ് വെച്ച് ഹബീബായ തങ്ങൾ നടക്കുമ്പോൾ നിഴല് കാണൂല്ലേ? എൻ്റെ വാദപ്രകാരം കാണണ്ടേ? അങ്ങനൊന്നും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഇജാണ് ഇത് ആരോപിച്ചത്, ഇജാണ് നിഴല് കണ്ടത്. ഇതെൻ്റെ അനുഭവമാണ്. ഈ അനുഭവം ഒരിക്കലും തിരുത്താൻ പറ്റൂല. എന്നിട്ട് പേരോട് ഉസ്താദിന്റെ നേരെ വന്നിക്കാരെ, അതൊന്നും നടക്കൂല മാനെ കേട്ടോ. അതൊക്കെ കോമാടൻ്റെ അടുത്ത് പോയി കളിച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. ഓക്കെ.